ഹലോ ആൾ യാസ്ന മുർഷിദ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നിരിക്കുന്നത് ഒരു അരിപ്പത്തിരിയായിട്ടാണ്, അതും റേഷൻ അരി കൊണ്ടുള്ള പത്തിരി. ആന്ധ്രാദ്വീപുകാർക്ക് ഒരു ഫംഗ്ഷനൊക്കെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഈ പത്തിരി. ഇതിനായിട്ട് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് 2 കപ്പ് റേഷൻ അരിയാണ്. റേഷൻ അരി രാത്രി പുതിർത്ത് വച്ചിട്ട് രാവിലെ എടുത്തതാണ് കേട്ടോ. ഇത് അരിയിലേക്ക് നമുക്ക് ഇനി വേണ്ട സാധനങ്ങൾ ചേർക്കാം കൂട്ടുകാരെ. എന്ന് പറഞ്ഞാൽ കൊച്ചുള്ളിയും വലിയ ജീരകവും ഉപ്പുമാണ്, ആവശ്യത്തിന് ഉപ്പുമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ കൊച്ചുള്ളി കിട്ടിയില്ല, അതുകൊണ്ട് സവാള കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഇതിലേക്ക് പച്ചമുളകൊക്കെ ചേർക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പച്ചമുളക് ഇതൊക്കെ ചേർക്കുന്നവരുണ്ട്. പച്ചമുളകൊക്കെ ചേർത്താൽ അധികം ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ കൊച്ചു കുറ്റിയുള്ളത് കൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കൂട്ടുകാരെ. അപ്പോൾ ഇത് ഒന്ന് നമുക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ആട്ടുകല്ലിലെ അരച്ചെടുക്കും കേട്ടോ. ഉമ്മ ഗ്രൈൻഡർ ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ ഗ്രൈൻഡറിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രൈൻഡറിൽ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പീര ഇടണം. അത് ഇതിൽ തന്നെ ഇട്ട് അരച്ചെടുക്കണം ഗൈസ്. നമ്മൾ അരച്ചെടുത്തു ഗൈസ്. അപ്പം നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഇതിന് പാകം ചെയ്യാനുള്ള നെയ്യ് തിളപ്പിക്കാം. നെയ്യ് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ തിളച്ച് നന്നായിട്ട് നെയ്യ് എന്താ പറയുക തിള വന്നിട്ടേ ഇതിടാവൂ കേട്ടോ. എന്നാലേ നൈസായിട്ടുള്ള പത്തിരി നമുക്ക് ലഭിക്കും. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയുള്ള സാമഗ്രികളൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ എന്താ പറയുക ചട്ടിയിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഓരോരോ ഉരുളകളായിട്ട് നമ്മൾ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കും കേട്ടോ. അതിനായിട്ട് ഒരു തുണിക്കഷ്ണം ഉപയോഗിച്ചാണ് ഞാൻ പരത്തിയെടുത്തത്. തുണിക്കഷ്ണത്തിലായാലും ഒരു ഇല വച്ച് പരത്തിയെടുത്താലും കൊള്ളാം കേട്ടോ. അപ്പം നമുക്ക് ഇത് എടുത്ത് നെയ്യിലേക്ക് ഇടാനായിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കയ്യിൽ പരത്തിയെടുക്കുന്നവരുണ്ട്. കയ്യിൽ പരത്തിയെടുക്കാൻ എനിക്കത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുണിയിലാണ് പരത്തിയെടുത്തത്. അപ്പോൾ ഇത് ഇപ്പോൾ തിള വന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പത്തിരി ഇട്ട് ഗൈസ്. അപ്പോൾ പത്തിരി ഇനി നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. നന്നായിട്ട് എന്താ പറയുക തീ ഉണ്ടാവണം. നന്നായിട്ട് തീ ഉണ്ടായാലേ ഇങ്ങനെ കടുത്ത് എന്ന് പറഞ്ഞാൽ ഈ അരിയുടെ പീസസൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നന്നായിട്ട് നൈസായിട്ടുള്ള പത്തിരി നമുക്ക് ലഭിക്കൂ. അപ്പം ഞാൻ ഒരു പത്തിരി കോരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത പത്തിരി കാണുന്നുണ്ട്, വീർത്ത് വന്നിട്ടുള്ള. അപ്പോൾ നന്നായിട്ട് വീർത്ത് വരും. അപ്പം വേകുമ്പോൾ മറുഭാഗം വേവിക്കാൻ വേണ്ടി തിരിച്ചിടണം കേട്ടോ. അങ്ങനെ തിരിച്ചിട്ട് ഓരോന്നും പൊരിച്ചെടുക്കാം നമുക്ക്. ഓക്കെ, നന്നായിട്ട് പൊരിഞ്ഞാലേ നമുക്ക് എന്താ പറയുക നൈസായിട്ടുള്ള മൊരിഞ്ഞ പത്തിരി കിട്ടും കേട്ടോ. അപ്പം നന്നായിട്ട് മൊരിഞ്ഞാലേ ഇതിന്. ഇതാണ് പത്തിരിയുടെ അവസാന ലുക്ക്. കണ്ടോ എങ്ങനെയുണ്ട്? കൊള്ളാമോ ഗൈസ്? നിങ്ങളുടെ ഏറിയ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം കേട്ടോ. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും എന്നോട് പറയണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു.